എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്യൂസ് മാസ്റ്റർ ബൈ ആർദ്ര. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2025 കുറച്ച് ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് ആണ്. ഈ വീഡിയോ മെയിനായി ഉപകാരപ്പെടുന്നത് സ്വദേശി മെഗാ ക്യൂസിനും ലൈബ്രറി കൗൺസിലിൻ്റെ വായനാ മത്സരത്തിനും അക്ഷരമുറ്റം ടാലൻറ്റ് ഫെസ്റ്റ് പോലത്തെ വിവിധ ക്യൂസിന് പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും പിന്നെ PSC ഉദ്യോഗാർത്ഥികൾക്കുമാണ്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത അക്ഷരമുറ്റത്തിൻ്റെ വീഡിയോയുടെ ബോണസ് ക്വസ്റ്റ്യൻ വിജയിയാണ്. ആൻസർ ആദ്യം കമൻറ്റ് ചെയ്തത് ജിഷ കൃഷ്ണപ്രസാദും ക്യൂസ് ഫോർ ടെക് യശോദ വി എന്ന അക്കൗണ്ടുകളാണ്. കൺഗ്രാജുലേഷൻസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. K-Disk എന്ന പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം എന്താണ്? ഉത്തരം ഭിന്നശേഷിക്കാർക്ക് താങ്ങാവുന്ന വിലയിൽ സഹായ ഉപകരണങ്ങൾ നിർമ്മിക്കുക. 2025 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഉത്തരം ആലങ്കോട് ലീലാകൃഷ്ണൻ. ഇന്ത്യയിലെ ആദ്യത്തെ സർട്ടിഫൈഡ് ഗ്രീൻ മുനിസിപ്പൽ ബോണ്ട് പുറത്തിറക്കിയ ഇന്ത്യൻ നഗരം ഏതാണ്? ഉത്തരം ഗാസിയാബാദ്. ധാന്യങ്ങൾ ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ATM പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം ഒഡീഷ. പ്രഥമ ഭാരതീയ വിദ്യാകീർത്തി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ശ്രീകുമാരൻ തമ്പി. കുഞ്ചൻ നമ്പ്യാർ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം മെയ് 5. മെയ് 5-നാണ് കുഞ്ചൻ നമ്പ്യാർ ദിനമായി ആചരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന്റെ പേരെന്താണ്? ഉത്തരം ഓപ്പറേഷൻ സിന്ദൂർ. 71ാമത് ദേശീയ അവാർഡിൽ മികച്ച നടനുള്ള അവാർഡ് നേടിയത് ആരൊക്കെയാണ്? ഉത്തരം 12th ഫെയിൽ എന്ന സിനിമയ്ക്ക് വിക്രാന്ത് മാസേയ്ക്കും ജവാൻ എന്ന സിനിമയ്ക്ക് ഷാറുഖ് ഖാനുമാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന്റെ ഡ്രോണുകളും മിസൈലുകളും തകർക്കാനായി ഇന്ത്യ ഉപയോഗിച്ച പ്രതിരോധ ഉപകരണം ഏതാണ്? ഉത്തരം റഷ്യൻ നിർമ്മിതമായ S-400 സുദർശന ചക്ര. കേരളത്തിലെ ആദ്യ അവക്കാഡോ നഗരം ഏതാണ്? ഉത്തരം അമ്പലവയൽ. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരത സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. കേരളമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരത സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം തമിഴ്നാട്. കോയമ്പത്തൂർ ജില്ലയിലെ ആനമല കടുവ സങ്കേതത്തിലാണ് ഈ കേന്ദ്രം സ്ഥാപിക്കുന്നത്. വയോജനങ്ങൾക്ക് വീട്ടിൽ ഒരു മുറി നിർബന്ധമാക്കി നിയമം കൊണ്ടുവരുന്ന സംസ്ഥാനം ഏത്? ഉത്തരം കേരളം. 2025 യുനെസ്കോ സാഹിത്യ നഗരം അവാർഡിൽ സാഹിത്യത്തിലെ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം സാറ ജോസഫ്. ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഓഗസ്റ്റ് 23. 2025 ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം ഏതാണ്? ആര്യഭട്ട മുതൽ ഗഗൻയാൻ വരെ, പുരാതന ജ്ഞാനം മുതൽ അനന്തമായ സാധ്യതകൾ വരെ. കേരള എക്സൈസ് കമ്മീഷണറായി നിയമിതനായത് ആരാണ്? ഉത്തരം MR അജിത് കുമാർ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേരെന്താണ്? ഉത്തരം ഹോപ്പ്. ചതുമ്പി ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം ഏത്? ആസാം. 72ാമത് മിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിന്റെ വേദി എവിടെയാണ്? ഉത്തരം ഹൈദരാബാദ്.
2024-25 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് ആര്? ഉത്തരം വിദർഭ. ഫൈനലിൽ കേരളത്തിനെ തോൽപ്പിച്ചാണ് വിദർഭ കപ്പ് നേടിയത്. 59ാം ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ്? ഉത്തരം ഹിന്ദി സാഹിത്യകാരനായ വിനോദ് കുമാർ ശുക്ല. 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഉത്തരം ഇന്ത്യ. രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ കടൽ പാലം ഏതാണ്? ഉത്തരം പാമ്പൻ പാലം. രാമേശ്വരത്താണ് പാമ്പൻ പാലം ഉള്ളത്. 2025 നടന്ന ചാമ്പ്യൻസ് ലീഗിന്റെ ജേതാവ് ആര്? ഉത്തരം PSG. ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ക്യാപ്റ്റൻ ആരാണ്? ഉത്തരം അറിയാവുന്നവർ വേഗം കമന്റ് ചെയ്യൂ. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.